ആൻഡ് നമ്മുടെ സ്വന്തം സോറി അല്ല അല്ലെങ്കിൽ നമുക്ക് രണ്ടാം സ്ഥാനമല്ലേ ഉള്ളൂ. മനസ്സിൽ ഒന്നാം സ്ഥാനം ധ്യാനിന് കൊടുത്തില്ലേ? ധ്യാൻ ചേട്ടൻ എന്റെ ഉള്ളിലത് പുറത്തേക്ക് വന്നു. അല്ല, ധ്യാൻ ചേട്ടനാണ് എന്റെ കരിയറില് പക്ഷെ കരിയറിൽ ജീവിതത്തിൽ ഏറ്റവും ആദ്യം മെസ്സേജ് ഉള്ള ഞാനല്ലേ ധ്യാനയുടെ മുന്നേ. ഇങ്ങനെ ധൈര്യം കിട്ടി ധ്യാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ധ്യാൻ ചേട്ടന്റെ എന്റെ ഷോക്ക് പേരിട്ടത് ആ ചോദിക്കാം അതിന് മുന്നേ ഇന്റർവ്യൂ എടുത്ത എന്റെ അല്ലേ? അല്ല, എന്തായാലും എന്റെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയില്ലേ എന്റെ എക്സ് ആയിട്ട്. എന്നിട്ട് ആ എക്സിന്റെ ഇന്റർവ്യൂ ആ എക്സിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പുറത്തു കൊണ്ടുവന്നത് എന്റെ എക്സിന്റെ ഇന്റർവ്യൂ എടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചു. അവളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും. കാരണം ഞാൻ എന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത് കേട്ടോ. ഇവര് കാരണമാണോ? ആക്ച്വലി എനിക്കിപ്പോഴും ഗബ്രി ഒരു സംശയമുണ്ട്. കല്യാണം കഴിഞ്ഞു? പെങ്ങളുടെ കല്യാണം ആയിരുന്നില്ല അന്ന്. അപ്പൊ അതിന് മുന്നേ ഒരു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. താൻ തന്റെ ലവറിന്റെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു വെറൈറ്റി സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. മസ്തി വിത്ത് മസ്താനി ആരായിട്ട് ധ്യാനിട്ട പേരല്ലേ? വേറെ നാലാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു വിജയ് പേര് അല്ല ഷോ. അതിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ധ്യാനിയാണ്. അപ്പൊ എന്നെ ചെയ്തിട്ട് അത് കഴിഞ്ഞ ഷൈൻ ചേട്ടനാ. പിന്നെ അടുത്ത പേരിട്ട് എന്നെ എന്റെ വിളിക്കട്ടെ. കിരീടത്തിലെ രണ്ട് പൊൻതൂവല ധ്യാൻ ചേട്ടനും ഷൈൻ ചേട്ടനും. കിളി പറന്നു പോയിട്ടുള്ള തൂവലാണ് ആ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളോട് ജോയിൻ ചെയ്യുന്നത് പിന്നാലെ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ഡയറക്ടർ ജിസോ ജോസ് ആൻഡ് നമ്മുടെ സ്വന്തം ഷൈൻ ചേട്ടൻ, അല്ല അല്ലെങ്കിൽ നമുക്ക് രണ്ടാം സ്ഥാനമല്ലേ ഉള്ളൂ. മനസ്സിൽ ഒന്നാം സ്ഥാനം ധ്യാനിന് കൊടുത്തില്ലേ? ധ്യാൻ ചേട്ടൻ എന്റെ ഉള്ളിലത് പുറത്തേക്ക് വന്നു. അല്ല, ധ്യാൻ ചേട്ടനാണ് എന്റെ കരിയറില് പക്ഷെ കരിയറിൽ ജീവിതത്തിൽ ഏറ്റവും ആദ്യം മെസ്സേജ് ഉള്ള ഞാനല്ലേ ധ്യാനയുടെ മുന്നേ. വീഡിയോസിൽ ലൈക്ക് ചെയ്തിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഞാനല്ലേ. ഇവരെക്കാൾ മുന്നേ കണ്ടിട്ടുള്ളത് ഞാനല്ലേ. മഴ നനഞ്ഞ് നമ്മള് മഴ നനഞ്ഞ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റേ റീല് കണ്ടിട്ട് ആ സമയത്തൊന്നും ആരും മഴയിൽ കളിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. മഴയത്തൊന്നും ചാൻസ് ചെയ്യാ. ആ വീഡിയോ ഒന്നും കാണുന്നില്ല. ചേട്ടൻ പറഞ്ഞു ഞാൻ ഐഡിയ ചെയ്തിട്ടുള്ളൂ അല്ലേ? പോയിട്ടില്ല. ഓക്കെ. ഗബ്രീനെ വെറുക്കുന്നോ? ഗബ്രി ആരാന്നറിയോ? ഈ സിനിമയില് ഗബ്രി ആരാ? ഗബ്രി ആരാണ് ശരിക്കും? ഗബ്രീനെ പറ്റി എന്താണ് ഓർമ്മ? റൊമാന്റിക് ഹീറോ ആണ് ഗബ്രി. റൊമാന്റിക് ഹീറോ പുള്ളിയാണ് ഹീറോ ഇതിൽ. റൊമാന്റിക് എനിക്ക് റൊമാൻസ് ഇല്ല. അച്ഛന്മാർക്ക് റൊമാൻസ് ഇല്ലല്ലോ. ലവ് മാത്രമല്ലല്ലോ ഇതിലെങ്കിലും കുറച്ച്. ഇതിൽ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ ആണ് അല്ലേ? എന്തെങ്ങനെ ധൈര്യം കിട്ടി ധ്യാൻ എന്നേക്കാളും കൂടുതൽ കിട്ടും. അതിനാ റീച്ച് കൂടുതല്. അതുവഴി നമ്മളെ റീച്ചിലേക്ക് വേണ്ട. ഇനി ഹലോ ജിസോ ചേട്ടനോട് ഷൈനൊക്കെ ചോദിക്കോ? ജിസോ ചേട്ടാ സർ, ഷൈൻ ചേട്ടനെ ഈ ഒരു ഫാദർ റിച്ചാർഡ് ആക്കാൻ അതെങ്ങനെ ആക്കി? എങ്ങനെയായിരുന്നു ഫാദർ ആക്കാനുള്ള? അതെങ്ങനെയാ ധ്യാനിന്റെ മനസ്സിൽ കൊണ്ടുകൊടുക്കുമ്പോൾ മസ്താനിയെ നമ്മൾ ഇന്റർവ്യൂ ആക്കിയില്ലേ? ഇല്ലല്ലോ. ഫാദർ റിച്ചാർഡ് എന്നുള്ള സ്ക്രിപ്റ്റിൽ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സ് ബ്ലാങ്ക് ആയത്. ആരാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ? കാരണം ഇയാള് ഒരു എന്താണ് പറയാ, നമ്മളെന്താ പറയാ, നമ്മളതിനെ ബ്രഹ്മചര്യം കൂടി ആയിരിക്കണല്ലോ അച്ഛൻ എന്ന് പറയുമ്പോ. ബ്രഹ്മചര്യം ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ആള്. പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞൊരു ജീസസ് ക്രൈസ്റ്റ് ഒക്കെ നടക്കുന്ന പോലെ സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ? ഒരു സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അതേ ഒരു മൂഡിലും അതേപോലെ ആയിരിക്കണം എന്റെ മാനറിസങ്ങളും. എന്റെ രൂപം വന്നു മനസ്സിൽ.
പിന്നത് മുടിയൊക്കെ ഏതൊരു പടത്തിൽ ലോങ് ഹെയർ ഒക്കെ ആയിട്ട് ചെയ്തിട്ടില്ലേ? പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ഏതൊരു സമയത്ത് ഷൈൻ്റെ പൈസ എനിക്ക് വന്നു. അല്ല ആ കഥ പറയണം. ഈ സംഘർഷത്തിൽ നിൽക്കുന്നിട്ട് ഇത് മനസ്സ് ബ്ലാങ്ക് ആയിരുന്നു, ആരാണ് ചെയ്യുന്നത് എനിക്ക് പിടുത്തം കിട്ടിയില്ല. അവസാനം ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒരു എക്സോസിസം സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്, ഒരു അച്ഛനാണ് ഇതിന്റെ ഗൈഡൻസ് ഒക്കെ തന്നോണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആരാണ് ഇതിനകത്ത് നായകനാക്കേണ്ടത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒരു ക്ലാരിറ്റി വേണ്ടിയില്ല, ഒന്നും വേണ്ടിയില്ല. അച്ഛൻ പറഞ്ഞു, നീ ഞാനൊരു കാര്യം ചെയ്യും, നീ മലയാറ്റൊരു മല കയറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മല കയറി മലയുടെ മുകളിൽ നിന്ന് കയറിയതിനു ശേഷം ഇറങ്ങുന്ന സമയത്ത് ഷൈൻ്റെ മുഖം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു. അപ്പൊ തന്നെ പുള്ളി കൺഫ്യൂഷൻ, പേടിയിലേക്ക് കൺഫ്യൂഷൻ മാറി പേടിയായി. എന്താ സംഭവം? ഷൈൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ആര്? നമ്മുടെ പൂക്കാടൻ പ്രവീൺ പൂക്കാടൻ അറിയാലോ. പ്രവീണിനോട് പറഞ്ഞു, പ്രവീണ എനിക്ക് ഷൈനെ ഒന്ന് മീറ്റ് ചെയ്യാൻ അവസരം തരണം, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്നെ അതിനു മുന്നേ കണ്ടിട്ടില്ല, നമ്മൾ അപ്പൊ അങ്ങനെ പിന്നെ എങ്ങനെ മുഖം മനസ്സിൽ ഒരു കാണാത്ത ഒരാള് അപ്പം കാണിച്ചു കൊടുത്തു. അതെ, ഫോട്ടോ കണ്ടിട്ടുണ്ടാവൂലേ, സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? പുള്ളി കല്യാണം കഴിയാത്തതാണെന്ന് തോമസ് ഞാൻ അപ്പനെന്നും പറയാൻ പറ്റില്ല, പിന്നെ അപ്പനെ പ്രായം കൊണ്ട് പറയാം, അതൊക്കെ അങ്ങനെയാണ് ഷൈൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ. അപ്പോഴും ഷൈൻ്റെ അടുത്തല്ല ഞാൻ കഥ പറഞ്ഞത് ഷൈൻ്റെ അനിയന്റെ. പക്ഷെ അത് എവിടെ വെച്ചിട്ടാ കണ്ടത്? ഒരു മലയുടെ മുകളിലാണോ? ഒരു മലയുടെ മുകളിൽ, അത് മലയുടെ മുകളിൽ വെച്ച് തന്നെയാണ് എന്നെ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നതും ഷൈന പള്ളി, പള്ളിയല്ല, ചെറിയ പള്ളി, പണ്ടത്തെ പള്ളി. ലേക്കിന്റെ സൈഡിലുള്ള തട്ടുപാറയിൽ ഇവിടെ പള്ളിപ്പെരുന്നാൾ തിരുനാൾ കൊണ്ട് നമ്മുടെ ടോമിറ്റിയുടെ പടം ഷൂട്ട് ചെയ്ത് അവിടെ വെച്ചാണ് ഷൈന ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചെറിയ പള്ളിയൊക്കെ ഉണ്ട് അവിടെ, ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചാണ് ഷൈനെ കാണുന്നത്. ഷൈനോട് അവിടെ വെച്ച് ഷൈൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഷൈൻ അവിടുത്തെ, ഞാൻ ആദ്യമായിട്ട് ഷൈൻ അവിടെ വെച്ച് കാണുന്നതും ഷൈൻ്റെ ആക്ടിങ് ഒക്കെ കാണുന്നത് അവിടെ വെച്ചാണ്. പക്ഷെ ഷൈൻ അടിപൊളിയായിട്ട് അവിടെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാ ടൈമിലും. ഒരു സീൻ കുറെ ടേക്കിൽ എടുക്കും. അതിന്റെ ഇടയിൽ ഗ്യാപ്പിലാണ് ഷൈൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്നോട്. ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞു, ഷൈന ഒരു വൈദികന്റെ വേഷമാണ്, അപ്പൊ അതനുസരിച്ച് ഒന്ന് ഒരുങ്ങിനോട്ടോന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തു. പിന്നെ കാണുന്നത് ആകെ പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഏത് പ്രശ്നങ്ങളാണെന്ന് അറിയോ? ഏത് പ്രശ്നങ്ങളായിരുന്നു അപ്പൊ നടന്നത്? എക്സൈസ് പ്രശ്നങ്ങളൊക്കെ നടന്നില്ലേ? ഹോട്ടലിൽ നിന്ന് ചാടി അല്ലേ? ഇന്റർവ്യൂവിനാണ് ഞങ്ങൾ വന്നിട്ട് പോസ്റ്റ് ആയിട്ട്. അങ്ങനെ രൂക്ഷമായ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു ഷൈൻ ആ സമയത്ത്. അപ്പൊ ന്യൂസുകളിലൊക്കെ എപ്പോഴും ചാനലുകളിലൊക്കെ ന്യൂസുകൾ വരുന്നു, ഷൈൻ അവിടെ ചാടുന്നു, ഇവിടെ പിടിച്ചിടുന്നു, അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്റെ ഫ്രണ്ട്സും നാഷണൽ ലെവലിൽ തന്നെ 10ന്റെ ഉള്ളിൽ വന്നു ആ ന്യൂസ്. അപ്പൊ ഇത്രയും ബോംബ് ഗുണ്ട് ന്യൂസ് ആയിരുന്നു. 3 നിലയുടെ 2 നിലയിലെ പൂളിലേക്ക് ചാടുന്നു, ഒരാൾ തലയടിച്ച് ആവൂലേ? അതാരും പക്ഷെ മനസ്സിലാക്കില്ല. പക്ഷെ അപ്പൊ എല്ലാവരുടെയും മെസ്സേജുകൾ വരാണ്, ജിസോ ഷൈന് മാറ്റണല്ലേ, നല്ലത് റിസ്ക് എടുക്കണോ? ഇത്രയും പ്രശ്നക്കാരനെ പറഞ്ഞു, ഇത്രയും ലോകം ക്രൂഷ്യലേറ്റിയ ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി. അപ്പൊ പിന്നെ പ്രശ്നങ്ങളല്ല, ഷൈൻ അല്ലാണ്ട് എന്റെ മനസ്സിലേക്ക് വേറെ ആരും ഇല്ല. മുഖം പോലും വരുന്നില്ല. പുള്ളിക്ക് എത്ര മക്കളുണ്ടെന്ന് അറിയോ? എനിക്ക് 3 പേരേ ഉള്ളൂ. 3 പേര്. ചേട്ടന് എത്ര മക്കളുണ്ട്? ചേട്ടന് 2 പേര്. അനിയന് 7 പിള്ളേര്. 7 പിള്ളേര്. ഒരു അതിശയമില്ലാതെ കാര്യമാണ്. പുള്ളിയുടെ അനിയന് 7 പിള്ളേരുണ്ടെന്ന്. ഏറ്റവും താഴെ 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 3 പെൺകുട്ടികളും. അവരുടെ ഒരു സ്കൂളായിട്ടാ പറയണം. അവരുടെ വീട് 2 വീടും അടുപ്പിച്ച 3 വീടും അല്ലേ? 4 വീടും. 3 ആൺകുട്ടികൾക്ക് വേണ്ടി മൊത്തം എത്ര മക്കള്? 3ഉം 7ഉം 10. പിന്നെ 3 പിന്നെ 2 12. പിന്നെ പെങ്ങന്മാർക്ക് എത്ര? പെങ്ങന്മാർക്ക് 2 പേരും. 2 പേര്. അങ്ങനെ കുട്ടികളായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഷൈന എടുക്കണ്ട, മാറ്റണം എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് വന്നു. പക്ഷെ അച്ഛനോട് ചോദിച്ചു എന്റെ കാര്യം ഇല്ല. അപ്പൊ അല്ല, നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന അച്ഛന്റെ പേര് എങ്ങനെയാണ്? ഫാദർ പ്രിൻസ് അച്ഛൻ ഭയങ്കര കിട്ടിലും അച്ഛനാട്ടോ. ഞാൻ റിഹാബിലുള്ളപ്പോ അവിടേക്ക് വന്നിട്ടുണ്ട് പുള്ളി. അപ്പൊ ഷൂട്ടിംഗ് തുടങ്ങണേക്കാളും മുമ്പാണ് ഷൈൻ ഇവിടെ കിടക്കാണ്, തൊടുപുഴ റിഹാബിൽ കിടക്കാണ്. അപ്പൊ ഞാൻ ഈ പ്രിൻസ് അച്ഛനെ
ഷൈൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ ഞാൻ സിനിമയിലൊന്നും ഒരിക്കലും മാറ്റണമെന്നോ വേറെ ഒരു മുഖം ഒന്നും ഞാൻ കണ്ടില്ല. കാരണം ഷൈൻ തന്നെയാണ് അതിന്റെ പ്രീസ്റ്റ് ആയിട്ട് വരേണ്ടത്. എങ്ങനെയുണ്ട് ബോധാവസ്ഥയിലാണോ? പ്രിൻസ് അച്ഛനെ പഠിക്കാൻ വിട്ടു. അച്ഛനെ വിട്ട് എത്ര മണിക്കൂർ സംസാരിച്ചു? ഞാൻ ഒരുപാട് സംസാരിച്ചു ഇല്ലെങ്കിലും പുള്ളി കുറച്ച് സംസാരിച്ചു. പിന്നെ എല്ലാവരെയും സംസാരിച്ചു പുള്ളി. പക്ഷെ വേറെ സംഭവം എന്താ പറയുമോ, 8 വർഷമായിട്ട് കുമ്പസാരിക്കാതെ 8 വർഷം എന്നൊന്നും പറയില്ല, 8 മാസം ചുരുക്കാൻ പറ്റും. 8 വർഷം അങ്ങനെ ഒരു പ്രദേശമായി. 8 വർഷം എന്ന് പറയുന്നത് ഒരു മുഖം ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് കാലമായി തന്നെ പറഞ്ഞിട്ടുള്ളൂ. 8 വർഷം കുറെ നാളുകൾക്ക് ശേഷം ഷൈൻ അന്ന് കുമ്പസാരിച്ചു അന്ന് അച്ഛൻ്റെ അടുത്ത്. മനസ്സിലായോ? പിന്നെ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കുറെ അച്ഛന്മാരുടെ ആശീർവാദവും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്രയും ഒരുങ്ങിയാണ് ഷൈൻ ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നത്. ഇനി അതിൽ അത്ഭുതം അതല്ല, അത് ആശ്രമത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. അച്ഛന്മാരുടെ ആ ആശ്രമത്തില് എല്ലാ ദിവസവും ഷൈൻ അതിരാവിലെ വിശുദ്ധ കുർബാന കണ്ട് അതിനുശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് വന്നത്. ഞാനും ഡാഡിയും മമ്മിയും എല്ലാവരും കൂടി അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ എല്ലാ ദിവസവും നമ്മൾ കുർബാനയ്ക്ക് കൂടും. അച്ഛൻ മാത്രമേ ഉള്ളൂ കുർബാനയ്ക്ക് ചെല്ലാനായിട്ട്. അപ്പൊ ഷൈൻ ഇവരുടെ സമയത്തിനനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് കൂടിയിരുന്നപ്പോ നമുക്ക് പ്രവർത്തിക്കാൻ സമാധാനം നമ്മോട് കൂടി വാട്ടർ ബോയ്സ്, അതായത് പള്ളിയിൽ അൾത്താരയിൽ അച്ഛന്മാരുടെ സൈഡിൽ നിൽക്കുന്ന വാട്ടർ ബോയ്സിനെ കണ്ടിട്ടുണ്ട്. ബോയ്സിനെ ഗേൾസ് ആണ് കാണാൻ ചാൻസില്ല. ഗേൾസും ഉണ്ട് കേട്ടോ, അൾട്രാ ഗേൾസ് ഉണ്ട്. എനിക്കറിയാം, എല്ലാരും നോക്കും. അപ്പൊ അങ്ങനെ ആ അൾത്താരിൽ നിന്ന് അച്ഛന്മാരോട് ചേർന്ന് നിന്ന് അങ്ങനെ 10 ദിവസം അച്ഛന്മാരെ ചേർന്ന് നിൽക്കുന്ന അച്ഛപ്പടി സെന്റർ സൈഡിലാണ് ഞാൻ. സൈഡില് നിന്ന് ഈ പുള്ളിയാണ് ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത്. ഈ പുള്ളി ഭയങ്കര ഈ റിലീജിയസ് ആണ്. പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ശേഷമേ ലൊക്കേഷനിൽ വരുള്ളൂ. പിന്നെ അതിന് പുറമെ ധ്യാനം, പ്രാർത്ഥന ഒക്കെ വേറെ ഉണ്ട്. പക്ഷെ ഈ സിനിമ ചെയ്യണമെങ്കിൽ അത് ഇല്ലാതെ ചെയ്യണമെങ്കിൽ അതേപോലെ ഒരുങ്ങിയിട്ട് വേണം ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള പ്രശ്നങ്ങൾ. കാരണം ഇതൊരു പൈശാചിക ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വളരെ എന്നെ ഉദ്ദേശിച്ചു നമ്മൾ ഉദ്ദേശിച്ചാണോ എന്ന് അല്ല, ഇത് ഏറ്റവും വലിയ പൈശാചികനെ പിടിച്ചു. കള്ളന്റെ കയ്യിൽ രാഹുൽ ചേട്ടനെ പറയാം. അതിനകത്ത് രാഹുൽ ഒരു കൊച്ചച്ഛനാണ്. കൊച്ചച്ഛന്മാരെ ഇഷ്ടമുള്ള ഒരുപാട് പേരില്ലേ ഫാൻസ് ഉള്ള പള്ളികളില്, നല്ല ഭംഗിയുള്ള മലയാള സിനിമയുടെ എല്ലാത്തിലും റിച്ച് ആയിട്ടുള്ള റിച്ച് ലുക്കുകളുണ്ടാകും. സിനിമ കാണുമ്പോൾ സുന്ദരനായ ഒരു കൊച്ചച്ഛൻ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് രാഹുലിന്റെ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അച്ഛനായത് പോലീസ് ഓഫീസർ ആയിരുന്നു ആദ്യം. അങ്ങനെ ദൈവവിളി കിട്ടി അച്ഛനായ ഒരാളാണ്. അപ്പൊ ഈ സിനിമയുടെ പ്രത്യേകത ഉണ്ടെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനും അറ്റ് ദ സെയിം ടൈം സ്പിരിച്വൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളും സ്പിരിച്വൽ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിന്റെ ബ്രിഡ്ജും രാഹുലാണ്. എവിടത്തെ ബ്രിഡ്ജ് ഒന്നും ചോദിക്കരുത് കേട്ടോ. അല്ല, അത് രണ്ടും തമ്മിൽ അടുപ്പിക്കുന്നത്. ഫാദർ റിച്ചാർഡച്ചനെ ഈ കോൺവെന്റിലേക്ക് കൊണ്ടുവരുന്ന ആള് രാഹുലാണ്, രാഹുലിന്റെ ക്യാരക്ടറാണ്. അപ്പൊ ആ കോൺവെന്റിൽ അത്ര നാൾ ഭയങ്കര പ്രശ്നങ്ങളും അസ്വസ്ഥതകളാണ്. പോലീസൊക്കെ വന്ന് അന്വേഷിച്ചു ഒന്നും രക്ഷയില്ല. അങ്ങനെയാണ് രാഹുൽ, എനിക്ക് അറിയാവുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ട്, എക്സോസിസ്റ്റ് ആണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫാദർ റിച്ചാർഡിന്റെ എൻട്രി. അതാണ് നമ്മുടെ എക്സോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കഥ മൊത്തം പറഞ്ഞു തീർക്കായിരുന്നു. ഇതിനകത്ത് ഇവിടെ കഥ ഒന്ന് കോൺവെന്റ്, കോൺവെന്റിൽ ഒരു അത് ഓട്ടോമാറ്റിക്കലി ഈ പോസ്റ്റേഴ്സ് കാണുമ്പോ തന്നെ പിള്ളേര് എല്ലാം പറഞ്ഞല്ലേ. എന്താണ് ഇപ്പം കൊച്ചച്ഛനായിട്ട് ഇപ്പൊ ഇവരുടെ പള്ളി ഇടവകയിലാണ് പ്രവർത്തിച്ചിരുന്നത്? അന്ന് ഇടവള്ളിയിൽ ഒന്നും മിണ്ടുന്നില്ല. എന്ത് മിണ്ടത്തിപ്പോ? അല്ല, ഞാൻ ആസ്വദിക്കല്ലേ ഇത്. ആക്ച്വലി മസാനിയുടെ അട്രാക്ഷനിൽ പെട്ട് കിടക്കുക. പറയണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വിഷമം. പുള്ളിയല്ലല്ലോ, ഞാനല്ലേ പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നല്ല. ഞാൻ കാണുന്ന ഭയങ്കര ലൈവ്ലിയും ഒരു ഇന്നസെൻസ് ഒക്കെ ഉള്ള. പിന്നെ ഇടയില് കുറച്ചു കാലം വിട്ടു നിന്നു വേറെന്തോ ബിഗ് പ്രോഗ്രാമിലേക്ക്. കൊറേ എന്തൊക്കെ അറിയാൻ തോന്നുന്നു. ഞാനാ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഞാൻ എത്ര ഹായ്, ഗുഡ് മോർണിംഗ്, ഹലോ
എന്നുള്ള മെസ്സേജ് ചെയ്തിട്ടാണെന്നറിയ ഒരു മെസ്സേജ് ഒക്കെ തിരിച്ച് കിട്ടുന്നത് പെൺകുട്ടികളുടെ അടുത്ത്. ആഹാ. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്റെ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. കൊറേ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ചിലപ്പോൾ ധ്യാനയോടും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് ധ്യാനം കൊണ്ട് പേര് പിടിപ്പിച്ചോളൂ. അതെ ഇല്ല, ഞാൻ ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ഞാൻ ചേട്ടൻ്റെ എന്റെ ഷോക്ക് പേരിട്ടത് ആ ഷോയ്ക്ക് അതിന് മുന്നേ ഇന്റർവ്യൂ എടുത്ത എന്റെ അല്ലേ? അല്ല, എന്തായാലും എന്റെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയില്ലേ എന്റെ എക്സ് ആയിട്ട്. എന്നിട്ട് ആ എക്സിന്റെ ഇന്റർവ്യൂ ആ എക്സിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പുറത്തു കൊണ്ടുവന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് നമുക്ക് ഈ പടത്തിന്റെ കഥ വിടാം. നമുക്ക് ഈ കഥയാണ് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്റെ എക്സിന്റെ ഇന്റർവ്യൂ എടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചു. അവളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും. ആഹാ. കാരണം ഞാൻ എന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയതിട്ടോ. ഇപ്പൊ ഇവര് കാരണമാണോ? അല്ലല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം എന്റെ എക്സിന്റെ ഇന്റർവ്യൂ ഇവളാണ് എടുത്തതെന്ന്. അതെടുക്കാനുള്ള ചേതോ വികാരം എന്താണ്? ചാനലിന്ന് പറഞ്ഞു ഞാൻ എടുത്തു. ഞാൻ ഒരു ഷോക്കാരിയല്ലേ, ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടാണല്ലോ പറയുന്ന പോലെ. പക്ഷെ നമ്മളെ പറ്റിയിട്ട് വേറൊരാള് അങ്ങനെ ഇല്ല, ഒരു കുറ്റവും പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുറ്റം പറഞ്ഞിട്ടില്ല. അതാണ് അതിന് അത്രയും റീച്ച് അപ്പൊ ഉണ്ടെന്ന് കുറ്റം പറയാം. പറയണായിരുന്നു. കുറ്റം പറഞ്ഞ അതിനേക്കാൾ റീച്ച് ഉണ്ടായാണ്. ഷൈന്റെ ക്യാരക്ടറിലേക്ക് വരാം. ഷൈൻ അല്ല ഇതിനകത്ത് സിനിമയിലെ അല്ല ഫാദർ റിച്ചാർഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഷൈൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും അത്രയ്ക്ക് മനോഹരമായിട്ട് കാരണം പുള്ളി വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു ഇത് എങ്ങനെ ചെയ്യും. ഞാനങ്ങനെ ഇങ്ങനെ ഓടി നടക്കണ ഒരു എങ്ങനെ അച്ഛന്റെ പക്ഷെ ക്യാരക്ടർ എല്ലാം വളരെ നമ്മൾ എങ്ങനെയാണോ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ വരേണ്ടതും ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ട് സംസാര രീതിയാ. പക്ഷെ അതുപോലും അതെങ്ങനെയുണ്ടായിരുന്നു? വേറെ ലാംഗ്വേജ് ഒക്കെ പറയുന്നുണ്ട്. അതല്ല പ്രശ്നം. ഒരു കാര്യം മെല്ലെ പറയണേ വ്യക്തമായിട്ട്. വളരെ സ്ലോവില് വ്യക്തമായിട്ട് ലാറ്റിൻ വരെ പഠിച്ച് ശരിക്കും ചെയ്തായിരുന്നു. ഞാൻ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ലാറ്റിനൊക്കെ പഠിച്ചോ? ആ. ലാറ്റിനാണല്ലോ ക്രിസ്ത്യാനിറ്റി എക്സോസിസം പ്രയറുകൾ അതും പഠിച്ചു. ലാറ്റിനിലാണ്. ആ ലാറ്റിൻ പ്രയർ മുഴുവനും ഷൈൻ പഠിച്ചു. ഇപ്പൊ മറന്നു പോയത്. ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇന്നോമിനെ ഇന്നോമിനെ പാത്തീസ് എക്സ്ഫീലി പറഞ്ഞോ. എന്തെങ്കിലും പഠിച്ചോ? അല്ലല്ല വളരെ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. ഇന്നോമിനെ പാത്രീസ് ഫീലി സ്പിരിറ്റ് എസ്പിരിറ്റ് പോർഗല്ല നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. കൃത്യമായിട്ട് അത് ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാ അച്ഛന്മാരും ലാറ്റിൻ പഠിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള പ്രേയേഴ്സ് എക്സോസിസത്തിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അച്ഛനാവാൻ പഠിക്കുന്നതിൽ ലാറ്റിൻ പഠിക്കണം തോന്നുന്നു. കാര്യങ്ങളൊക്കെ ലാറ്റിൻ ആയിരുന്നു ഇവിടെ ശരിക്കും. നമ്മുടെ പള്ളികളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുർബാനകളൊക്കെ ലാറ്റിൻ കുർബാനയായിരുന്നു തോന്നുന്നു. ലാറ്റിൻ എൽസി എന്ന് പറയും ലാറ്റിനില്. ഗബ്രീവിനകത്ത് കുറെ ലാറ്റിൻ വേഴ്സുകളൊക്കെ ഉപയോഗിച്ചു. ഗബ്രിയെ ഇതിന്റെ ഇടയിൽ അച്ഛനാവാൻ ശ്രമം നടത്തി. പക്ഷെ അത് പാളിപ്പോയിട്ട് കല്യാണം നടന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അച്ഛനാവാനുള്ളത്. അതായത് ഒരു കൊച്ചിനെ പ്രേമിക്കാന്ന്. ആ കൊച്ചിന്റെ അച്ഛൻ അല്ലാതെ പിന്നെ എങ്ങനെ പ്രേമിച്ചിട്ട് കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അല്ലേ? ആക്ച്വലി എനിക്കിപ്പോഴും ഗബ്രി ഒരു സംശയമുണ്ട്. ഇവർക്ക് കല്യാണം കഴിഞ്ഞു? പെങ്ങളുടെ കല്യാണം ആയിരുന്നില്ല അന്ന് പറഞ്ഞത്. അപ്പൊ അതിന് മുന്നേ പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. സാധനം തന്റെ ലവറിന്റെ എന്റെ ക്യാരക്ടറിന്റെ പേര് സോണി എന്നാണ് സിനിമയില്. എനിക്ക് കൂടുതലും സീക്വൻസുകൾ വരുന്നത് ഷൈൻചാന്റെ കൂടെ തന്നെയാണ്. അതിലും കൂടുതൽ സീക്വൻസ് എനിക്ക് ഹീറോയിന്റെ ഐ മീൻ ലൈക് ഫീമെയിൽ ലീഡിന്റെ കൂടെ മെയിൻ ആയിട്ട് ഒരു സോങ് ആണ് മേജർ ആയിട്ട് വരുന്നത്. പക്ഷെ എന്റെ പോർഷൻസ് ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഓൾറെഡി ഒരു സെറ്റ് ആയി എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ട് അതിന്റെ ഇടയിലാണ് ഞാൻ. അങ്ങനെയാണല്ലോ നീ ജീവിതത്തിലേക്ക് അല്ല കഥയിലും വരുന്നത്. ഇവന് അവിടെ വന്നിട്ട് സന്യാസി സമൂഹത്തിലെ ന്യൂ കമേഴ്സ് ആയ സിസ്റ്റേഴ്സിനൊക്കെ പ്രേമിക്കും. മടമൊന്നല്ലട്ടോ അവിടെ അങ്ങനെ കന്യാസ്ത്രീമാരൊന്നും ഇല്ല. കന്യാസ്ത്രീയായിട്ട് അഭിനയിച്ച കാര്യം അഭിനയിച്ചല്ലോ. ഞാൻ പറഞ്ഞ വെറുതെ തമാശക്ക് പറഞ്ഞതാ. എന്നാലും ഇവനെ കണ്ടൊന്ന് പ്രേമിക്കാൻ തോന്നില്ലേ? കം സ്റ്റാർട്ട്. പൊതുവെ പറഞ്ഞതാ. എല്ലാവരും കൊറേ ഗേൾസ് ഫാൻസ് ഒക്കെ ഉള്ള ഒരാളാണ് ഗബ്രി. കൊറേ ഗേൾസ് നിന്റെ അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ ഗേൾസിനെ കിട്ടുള്ളൂ. ആരൊക്കെ ഞാൻ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് അറിയണത് അങ്ങനെയാ. രാഹുൽ ചേട്ടൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ലേ? രാഹുൽ മനസമാധാനമായിട്ട് ഒരു കുടുംബസ്ഥനാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ഒരു അക്കൗണ്ടേ കണ്ടുള്ളൂ. അതിലൊന്നുമില്ല, 2 പോസ്റ്റ്. രാഹുൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഇഷ്ടം പോലെ. ഒരാളെ കുടുംബജീവിതം തെരഞ്ഞെടുക്കുമ്പോഴും ഒരു ബന്ധത്തിലാവുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആൻഡ് ഫോൺ ഗോ ടു
ആൻഡ്രോയിഡ് മാറ്റിയിട്ട് മറ്റേ പണ്ടത്തെ ഫോണിൽ. അല്ല ഞാൻ ഒരിക്കലും ഇതുവരെ ഇൻസ്റ്റാഗ്രാമിലും സമാധാനപരമായ ഒരു കുടുംബ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അല്ല അതിന് മുമ്പ് എനിക്കില്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ല, പുള്ളിക്ക് ആദ്യമേ അറിയാതെ, പലർക്കും അത് വൈകിട്ടാ മനസ്സിലാവും. പക്ഷെ അതിന്റെ ഒരു പീസ്ഫുൾനെസ്സോ അങ്ങനെയല്ലേ പറയുന്നത്, പീസ്ഫുൾനെസ് അത് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു തോന്നുന്നു. സമാധാനപരമായിട്ട് ജീവിതം അല്ലെങ്കിൽ പിന്നെ എന്താ ജീവിച്ചിട്ട് കാര്യമല്ലേ? അല്ല ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എങ്ങനെ അവര് കുറച്ച് ആക്ടർ എന്ന രീതിയിൽ, കാരണം സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് എങ്ങനെയാണ് സത്യം ഞാൻ അതാ ചോദിക്കാൻ വന്നെങ്ങനെയാ അത് ഇതുവരെ തെറ്റില്ലാണ്ട് പോയി. ഇൻസ്റ്റാഗ്രാം വരുന്നതിന് മുന്നേ സിനിമ ആക്ടേഴ്സ് ഇല്ലായിട്ടില്ലേ? രൺബീർ കപൂറിന് ഇതേവരെ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ ഒരു പ്രൊഫൈൽ ഇല്ല. അല്ല രാഹുലേട്ടനെ വെച്ച് പറയാലോ, രാഹുൽ രൺബീർ RR. അതെ, കാണാനും സെയിം ഉണ്ട്, ഫേസ് ഷേപ്പ്. എല്ലാരും പ്ലാൻ ചെയ്ത് വന്നിരിക്കുവാരേ. അല്ലേ? എല്ലാം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. ഇപ്പൊ ഒത്തിരി നോക്കിയിട്ടുണ്ട്. ഇതാനൊക്കെ എന്നോട് നന്ദി പറഞ്ഞിട്ട് ഞാനൊക്കെ അങ്ങോട്ട് എത്ര മെസ്സേജ് അയച്ചിട്ടാണ് തെരഞ്ഞു പിടിക്കാൻ ഒരു അവസരം പോലും തന്നിട്ടില്ലല്ലോ. ചോദിച്ചു പ്രസാദനോടൊക്കെ. അല്ലേ ഞാനല്ല അങ്ങോട്ട് മെസ്സേജ് ആദ്യം നോക്കണ്ട. പക്ഷെ ഒരു ജാടയില്ലാത്തൊരു നടനാണ് ഇതിന് ജാടന്നല്ല ചിലര് പറയാ. അതെന്താ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഷൈനെ കുറിച്ച് അധികം അറിയാനോ ഒന്നും പണ്ടാ. ഈ സെറ്റിൽ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഷൈൻ എല്ലാവരും പറഞ്ഞു, ജിസോ എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ഷൈൻ അറിയുന്ന ഒരു കൂട്ടുകാരൻ, ഞാൻ പേര് എന്നെ അറിയണ ഒരു കൂട്ടുകാരൻ. ഷൈൻ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഷൈന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ പൂക്കാടെന്ന് കൊണ്ടുവന്ന് എപ്പോഴും കൂടെ നിർത്തിക്കോട്ടെ, കാരണം എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്തൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഷൈനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാം പെർഫെക്റ്റ് ടൈം എല്ലാവിടെയും. അപ്പൊ ഞാൻ തിരുനാൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി കഴിഞ്ഞു, പെരുന്നാള് പോയപ്പോഴായാലും ഷൈൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. നമ്മുടെ ടൈമിങ്ങിൽ കൃത്യമായിട്ട് വരും. അതുവരെ എവിടെയാന്ന് അറിയാൻ പറ്റില്ല. അല്ല പക്ഷെ ആ ടൈമിൽ എത്തിക്കോളും. അത്ര നേരം എവിടെയെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും എത്തിക്കോളും. പിന്നെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്നെ ചോദിക്കും ബ്രേക്കില് അതിനെ കണ്ടായിരുന്നു. എന്റെ ഫോണില് ചില ഫോട്ടോസ് ഉണ്ട്. പുള്ളി മറ്റേ ഫുൾ പ്രീസ്റ്റിന്റെ വേഷത്തില് കാട്ടില് പാറമ കിടന്ന് ഉറങ്ങണതും രാത്രി ഷൂട്ടിന്റെ മിഡില്. പക്ഷെ ഇതിനകത്ത് സാധാരണ വൈദികർ ഉപയോഗിക്കണ വേഷം എപ്പോഴും ഉപയോഗിക്കണില്ല, വേറൊരു ഡിഫറെന്റ് ഇത് കണ്ടറിയാം, അതുപോലത്തെ ഒരു അപ്പിയറൻസ് ആണ്. കാണിച്ചിട്ടില്ലേ മുഴുവനായിട്ട്? അതാ സത്യം. ഒരു സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ വരുമ്പോ അതിന്റെ എല്ലാ സിനിമയുടെ പ്രൊമോഷന്റെ പാറ്റേൺ അല്ലെന്ന് മനസ്സിലായില്ലേ? ലാസ്റ്റ് ഏത് പ്രൊമോഷനാ ചെയ്തത്? പടത്തിന്റെ ഏത് പടത്തിന്റെ? ഇതിനു മുന്നേ ചേട്ടനായിട്ടാണോ? അല്ല നിങ്ങൾ മസ്താനി ചെയ്തേതാ? പഠിത്തം ചെയ്തിട്ടില്ലേ? ഇല്ല, ലാസ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മ കുറവുണ്ട്. നല്ല ഓർമ്മ കുറവുണ്ടല്ലോ. അതുകൊണ്ടല്ല ഞാൻ പേര് എപ്പോഴും പടം ചെയ്യുന്നുണ്ടോ? പടം ലാസ്റ്റ് പടത്തിന്റെ പ്രൊമോഷൻ ഏതാ ചെയ്തേന്ന് ചോദിച്ചിട്ട് അറിയില്ല. ആശകളാ അത് കണ്ടിട്ടുണ്ടോ പടം? ഇന്ദ്രൻ ചേട്ടന്റെ അത് കണ്ടാ? ഇല്ല, കണ്ട പ്രൊമോഷൻ ചെയ്ത പടം മസ്താനി തന്നെ കാണാറില്ല. എന്നിട്ട് മസ്താനി പ്രൊമോട്ട് ചെയ്യുന്നത് പടം കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ കാണും. ഇത് ഭയങ്കര ഡിഫറെന്റ് ടോപ്പിക്കാ, എക്സോസിസം. എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്നു? ഇത് ടോപ്പിക് ഇതിനു മുമ്പ് ഞാൻ വേറൊരു സിനിമയാണ് ചെയ്യാനിരുന്നത്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഈ തോട്ട്, ഈ സബ്ജക്ട് എങ്ങനെയോ എന്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ എങ്ങനെയോ ഒരു എന്റെ രൂപം മനസ്സിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയോ പിന്നെ ഒരു ത്രെഡ് കിട്ടി, അതങ്ങനെ ഡെവലപ്പ്. ആദ്യം ഷൈൻ ചേട്ടന്റെ മുഖം വന്നു കഴിഞ്ഞപ്പോ പടം എക്സോർസിസത്തിനെ ബേസ് ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് ഷൈൻ എന്ന് പറയുന്ന ഫാദർ റിച്ചാർഡിലേക്ക് വന്നത്. റിയൽ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഈ സിനിമയുടെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാക്ക് ടു ബാക്ക് കുറച്ചധികം പണികൾ ഇങ്ങനെ വന്നായിരുന്നു. ഞാൻ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു ഫ്രണ്ട് ടു ഫ്രണ്ട് ആയിരുന്നു, പിന്നെ ബാക്ക് ടു ബാക്ക് 10-15 days. ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളെ പ്രസ്ഥാനം കാണിച്ചു തരുമോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളെ കാണിച്ചു തരും. എനിക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതാണ് തന്റെ പ്രശ്നം. തനിക്ക് ലാസ്റ്റ് ചെയ്ത പ്രൊമോഷൻ പഠന ഓർമ്മയില്ല, അറിയാതെ എന്റെ ധ്യാനം വിളിക്കുന്നു, എന്നെ മുൻനിർത്തി ധ്യാനം. ഇത്
ഈ സിനിമയായിട്ട് ഈ സിനിമയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ സെറ്റിൽ തന്നെ നമുക്ക് കുറെ പാരനോർമൽ എനർജീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ കഥ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം പ്രശ്നം ഉണ്ടാവാനുള്ളൂ. ഇല്ല, എന്തായാലും ഉണ്ടാവില്ല അതൊന്നും. അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഓൾറെഡി അല്ലേ, അത്രയും പീക്കൊക്കെ നടന്നതാ. ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ജിസോജന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ജിസോജന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള ടൈല് മുഴുവൻ ഫ്രണ്ടിലല്ല, വീടിന്റെ ടൈല് പൊട്ടിത്തെറിച്ചു. ഉള്ളതാണ്. അത് പേയ്മെന്റ് കൊടുക്കാതെ അതെ. കരയാമ്പറമ്പിൽ സ്ഫോടനം ഉണ്ടായിരുന്നു കേട്ടില്ലേ വാർത്ത? വീടിനകത്ത് ടൈൽ പൊട്ടി. രസമല്ല, ഷൈൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നേ. അപ്പൊ ഷൈൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷൈൻ ചുറ്റും ഞാൻ കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ വെച്ചു കാലെടുത്ത് വെക്കട്ടെ ചുറ്റും നോക്കാൻ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുണ്ടാവോ. എവിടെ പൊട്ടിയ ടൈൽസ് ഒന്നും കാണാനല്ലോ. പുള്ളി അപ്പൊ അതൊക്കെ മാറ്റി പുതിയത് ഇട്ടിരിക്കുക. ഞാൻ വേറെ മാറ്റിട്ടു. കാരണം ഇട്ടാതെ വരും പൊട്ടിത്തെറിക്കണ ഞാൻ പുതിയതുണ്ട്. അല്ലാതെ ഓഡീഷന് ഒരു ആർട്ടിസ്റ്റ് അപ്പൊ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ലേറ്റ് ആയി, 10-11 മണിയായി. 11 രാത്രിയായി. അപ്പൊ എന്നോട് പറഞ്ഞു, ആർട്ടിസ്റ്റ് ചോദിച്ചത് ഞാൻ അമ്മയും പ്രശ്നമുണ്ടോ വരുന്നോണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ ഞാൻ ഈ കാറിന്റെ കീ എടുത്ത് ഈ രൂപത്തിന്റെ അടുത്താണ് കൊണ്ട് വയ്ക്കുന്നു. എവിടെയോ പൊട്ടിത്തെറിക്കില്ല. പുള്ളി അവിടെ പ്രാർത്ഥിക്കും മുന്നേ കീ വെച്ചോളൂ. എവിടെയോ പൊട്ടിത്തെറിക്കണം. പൊട്ടിത്തെറിച്ച് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ആർട്ടിസ്റ്റ് കാലെടുത്ത് വയ്ക്കുന്നു. പിന്നെ നോക്കിയത് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോ എവിടെയാ എന്റെ കാലിന്റെ അടിയിലാണ് ടൈൽസ് പൊട്ടി കിടക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, പുള്ളിനെ മാറ്റാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. ഞാൻ ആർട്ടിസ്റ്റിന്റെ സ്പിരിച്വൽ ഗൈഡ് കുറെ എക്സ്പീരിയൻസസ് സെറ്റിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സെറ്റില് എത്ര ടൈൽ പൊട്ടി? നിങ്ങൾക്ക് രാഹുൽ ചേട്ടൻ എന്തൊക്കെ പറ്റും ഈ ഒരു എനിക്കൊന്നും പറ്റിയില്ല. ഇവരിവിടെ അഭിനയിച്ചൊന്നും അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറ്റാനില്ല. അല്ല, ഇത് ഈ സിനിമയുടെ സബ്ജക്ട് അങ്ങനത്തെ ഒരു നേച്ചറാണ്. കാരണം എന്താണത്, ഇത് ഈവിൾ സ്പിരിറ്റിനെതിരെ ആണ് ഈ സിനിമ. അപ്പൊ ഈവിൾ സ്പിരിറ്റ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഈ സിനിമയെ തടസ്സപ്പെടുത്തുക, ഈ സിനിമയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മുടക്കുകൾ ഉണ്ടാക്കുക, അങ്ങനെയാണ്. കാരണം ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയായിരുന്നു. അതൊരു എക്സോസിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു അച്ഛനാണ്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ജിസോ നീ കൈകാര്യം ചെയ്യുന്ന സിനിമ നിസാര സിനിമയല്ല, ഇത് ഒരു ഈവിൾ സ്പിരിറ്റിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അവൻ എന്റെ മുന്നിലേക്ക് വരും, മനസ്സിൽ വന്ന ചിത്രം ഈവിൾ സ്പിരിറ്റ്. അപ്പൊ ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. അതുപോലെ തന്നെ ഷൈനും എന്റെ ചിത്രം വന്നല്ലേ ഉള്ളിലേക്ക്, അതുപോലെ ഒരുങ്ങിയാണ് ഷൈനും ഈ സിനിമ ചെയ്തത്. അപ്പൊ ഇവളിന് പോലും ഒരുങ്ങിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പൊ അത്രയ്ക്കും അതിന്റെ നല്ല റിസൾട്ട് ഷൈൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഉണ്ടായത് എന്റെ തള്ളവരല് അതിന്റെ ഒരു ദിവസം, അതായത് ഈ എക്സസൈസ് ചെയ്യുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ഡോർ അടയ്ക്കുന്ന സമയത്ത് കൈ വിരല് ഇടയിൽ പോയി. ഈ സാക്ഷിയുടെ ഇടയിൽ കുടുങ്ങില്ലേ, ഞാൻ കുറ്റോണ്ട് ഇട്ടു. ഇവിടെ ചക്കി ഞെളിങ്ങിയോണ്ട് പോയി. ഈ രണ്ടും കൂടി ചേർന്ന ഇവിടെ ഒരു 16 സ്റ്റിച്ച് ഒരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ബാറ്റ് വന്നു. വെറുതെ ഇരിക്കുന്ന സമയത്തല്ല, അവൻ ക്രിക്കറ്റ് കളിയിൽ അവിടെ എന്തെങ്കിലും കമന്റ് അടിച്ചിട്ടുണ്ടാവും. ബാറ്റ് വെച്ചിട്ട് ആരും പറഞ്ഞു. അല്ല, ഇതിനകത്ത് ഏറ്റവും ഗബ്രി എന്നൊക്കെ ഷൂട്ട് ഉണ്ടോ എല്ലാ ദിവസവും മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കും. ഷൂട്ട് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഗബ്രി ഞാനൊരു 7 ദിവസമെങ്കിലും ഫുൾ റെഡിയായി എല്ലാം ചെയ്ത് ഏതായാലും ഗബ്രിയുടെ സീൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്ന സമയത്താണ് ആക്സിഡന്റ്. പിന്നെ ഒരു 2 ആഴ്ച എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഷെഡ്യൂൾ മാറ്റി ഞങ്ങൾ എടുത്തു. എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു ഗബ്രിക്ക് ആയിക്കോട്ടെ 5-6 ദിവസം ഉള്ളൂ, എപ്പോഴാണ് എടുക്കുന്നത് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ നേരത്തെ വിളിക്കും, ചോദിച്ചത് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി വിളിക്കും വെറുതെ. എന്നിട്ട് പാവത്തിന് നിർത്തിയിട്ട് പറയും, അതെ ഏതോ ഒരു ശക്തി കാരണം ഷൂട്ടിംഗ് നടക്കാത്ത, അടുത്ത ദിവസം പറഞ്ഞു. അപ്പൊ അത് വിശ്വസിച്ച് വന്നു. ഇതാണ് കാര്യം. ഇത്രേ ഉള്ളൂ. ആക്ച്വലി ആ തിയേറ്ററിൽ കാണുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ? തിയേറ്ററിൽ സിനിമ കാണാൻ പറ്റും, ഇല്ലാതെ പിന്നെ അങ്ങനെയല്ല. പിന്നെ ഇന്റർവ്യൂയുടെ സമയത്ത് എന്താ സ്ക്രീൻ ഓൺ ചെയ്തിട്ട് അതേ ചെയ്യുക, പരസ്യം കാണാം. ആ സമയത്ത് വല്ല പോപ്കോണോ ഐസ്ക്രീമോ എന്തെങ്കിലും വാങ്ങിനോട്ട പരിപാടികളൊക്കെ നടക്കും. നമ്പർ ചോദിച്ചാൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഫോണായിട്ടുണ്ടാവില്ല അതെനിക്ക് മനസ്സിലായി. ലൈറ്റ് ഓഫ് ചെയ്യില്ല, ലൈറ്റ് ഓഫ് ആരും കാണുമായിരിക്കും. ഇല്ല, അതല്ലേ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇതൊക്കെ ചെയ്യാമോ?
ഒരു നല്ല ത്രില്ലർ, ഹൊറർ ത്രില്ലർ, ലൈക്ക് ഒരു മിസ്റ്ററിയാണ്, മിസ്റ്ററി മൂഡാണ്. പക്ഷെ എനിക്ക് തോന്നണില്ല മലയാളത്തിൽ ഇതേപോലത്തെ മിസ്റ്ററി മൂഡ്. എക്സോർസിസത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള പടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ എക്സോർസിസമായി മെയിൻ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പടം കുറവായിരിക്കും. കുറവെന്നല്ല, അങ്ങനെ ഒരു പടം ഇത് വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഷൈൻ്റെ ഫാമിലിന്റെ പേരിനകത്ത് ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞുണ്ട്. കാരണം ഷൈൻ ഇതിനകത്ത് ഭയങ്കര നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടും എല്ലാ സിനിമയിലും അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് നല്ല ഒരുങ്ങി ആത്മീയമായിട്ട് ഒരുങ്ങിയൊക്കെ ചെയ്ത് ഇത് കാണുമ്പോ കാണാൻ പറ്റില്ല, ഇങ്ങനെ നോക്കിയോളൂ. ഷൈൻ്റെ ഡാഡിയും മമ്മിയും അന്ന് ലൊക്കേഷനിലും ഫുൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോക്കൂട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പള്ളിയിൽ അൾത്താരിൽ നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഉടുപ്പൊക്കെ ഇട്ട് കുർബാന ചെല്ലുന്ന ഒരു സീൻ. അപ്പൊ അന്ന് ഷൈൻ്റെ ഡാഡിയും മമ്മിയും ജോക്കൂട്ടിന് അന്ന് ഉണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഷൈൻ്റെ ഈ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോ ഡാഡിയുടെയും മമ്മിയുടെ മുഖത്തുള്ള ഒരു സന്തോഷം ഞാനന്ന് കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് പലരും ഒന്ന് പറഞ്ഞു, ആ ഡാഡിയുടെ മമ്മിയുടെ മുഖത്തെ സന്തോഷം നോക്കി എന്ന്. പക്ഷെ പിന്നീട് ഞങ്ങൾക്കൊരു കരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെ സെറ്റിൽ നിന്നാണ് അന്ന് ഷൈൻ്റെ ഡാഡിയും ഇവരൊക്കെ അന്ന് ബാംഗ്ലൂർ പോയത്. പോയ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നമെന്നോ ഞാൻ പറയില്ല. കാരണം ജീവിതത്തിൽ ജനിച്ചാൽ മരിക്കണം എല്ലാവരും അല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം വളരെ സ്വാഭാവികമാണ് അല്ലേ. ഇതിനെല്ലാം നമ്മളൊരു കാരണങ്ങൾ കൊണ്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിൽ അകപ്പെട്ടു പോകും. ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക്. ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നത് എല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ജനനം മരണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ജനിച്ചത് കൊണ്ട് മാത്രം. അല്ലാതെ നമ്മളൊരു സാധനം അടിക്കുന്നോണ്ടോ അടിക്കാത്തതുകൊണ്ടോ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാത്തതുകൊണ്ടോ. ഷൈൻ്റെ നല്ലൊരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഫാമിലിയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി അവിടെ വന്ന സമയത്ത് ഇവരെല്ലാവരും ഉണ്ട്, ഇവരുടെ ടോട്ടൽ ഫാമിലി അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അതൊരു സിനിമ സെറ്റ്. പിന്നെ ഒന്നാമത് ഹോട്ടലിലേക്കൊന്നും ആരും പോകാത്തതുകൊണ്ടും കൂടുതൽ പേര് അവിടെ തന്നെ സ്റ്റേ ചെയ്യണോണ്ടും ലൈക്ക് പകുതി ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല ബോണ്ടായി. ഇപ്പൊ എന്റെ അടുത്തല്ലല്ലോ ജിസു ചേട്ടൻ അച്ഛനും ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ഡാഡിയമ്മ അച്ഛന്മാരുടെ അവിടെയാണെങ്കിൽ സമാധാനം അവർക്ക്. എൻ്റെ അടുത്ത് ചോദിച്ചില്ല പുള്ളിക്ക് നല്ല ട്രിക്കി ആയിട്ട്. കാരണം ഞാനവിടെ താമസിക്കേണ്ടി വന്നു കുറെ. കാരണം അതിനൊരു അച്ചടക്കമുള്ള സ്ഥലമല്ലേ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള. അവിടെ യോഗയൊക്കെ പഠിപ്പിക്കുന്ന അതിന് അതിന്റെ അച്ചടക്കത്തോടു കൂടി താമസിക്കണം. നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ തനി നമുക്ക് പല സ്ഥലങ്ങളിലൊന്നും താമസിക്കാൻ പറ്റാറില്ല, അനുവാദം തരാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടി. അപ്പൊ ആ രീതിയില് അവിടെ ആരും ഇല്ലല്ലോ. സാധനം ആരാ നോക്കണം? ടൈം എപ്പോഴും ആവുന്നുണ്ടല്ലോ. ടൈം എല്ലാ സമയത്തും ഇല്ല. 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. പക്ഷെ അത് 1 മണിക്കൂറൊക്കെ സംസാരിക്കട്ടോ. അല്ല സംസാരം കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ. അല്ല അപ്പൊ മസ്താനി അല്ലേ ചോദിക്കുന്നത്, നിങ്ങളാണോ? ഈ സമയത്ത് മാത്രമേ ഷൈന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ അത് മിണ്ടുന്നില്ല അവരോട്. അതാണ് എനിക്കത് മനസ്സിലായി. അല്ല മസ്താനിയുടെ അടുത്ത് മാത്രമല്ല, നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല എല്ലാവരും ഇന്റർവ്യൂവിന്റെ സമയത്ത് മാത്രം സംസാരിക്കുന്നു. മിണ്ടാറില്ല അവര്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുക, അവര് റിപ്ലൈ തരാതിരിക്കുകയും. അതുകൊണ്ടല്ലേ ഇവര് ഇന്റർവ്യൂ ചെയ്യാതിരിക്കുമ്പോൾ അതൊക്കെ ചോദിക്കണേ. ഹായ് എന്ന് വെച്ചാൽ എന്നാൾ പിച്ച് തിരിച്ചു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഹായ് തിരിച്ചു വരും. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് എല്ലാം ഒരു ഹായ്ക്ക് ഫുൾ ടൈം ഫോൺ കയ്യിലുണ്ട്. എന്നിട്ട് അവര് പറയാ കണ്ടില്ല, സമയം ഉണ്ടായില്ല ഒരു ഹായ് തിരിച്ചു വയ്ക്കാനേ. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ എന്നും മുതൽ അടിച്ചു ഹായ് ഉണ്ടെന്ന് പറയും. പിന്നെ തന്റെ അക്കൗണ്ട് മാറ്റിയിട്ടാണെങ്കിൽ എനിക്കറിയില്ല. ഞാൻ വെറുതെ നുണ പറയുന്ന ഒരാളല്ല. ഞാൻ വളരെ എന്താ സംഭവം കുറച്ച് വർഷം മുന്നേ വർഷം ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ നമ്മള് റീലൊക്കെ വന്നതിന് മുന്നേ അപ്പൊ മഴയത്ത് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. ആ വീഡിയോ എനിക്ക് ഹായ് അയച്ചു. യുവർ വീഡിയോസ് ആർ സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഞാൻ താങ്ക് യു. പിന്നെ കുറെ ഹായ് വെരിഫൈ ചെയ്തിട്ടില്ലേ? ഇല്ല. വെരിഫൈ ചെയ്യാത്ത അക്കൗണ്ട് ഒക്കെ എപ്പോഴും പോവാട്ടോ. ആണോ? ചെയ്യോ. കണ്ടോ 564 പോസ്റ്റ്. ഇവിടെ കേരളത്തിൽ പോലും എത്ര ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇല്ല. 564 പോസ്റ്റ്. അപ്പൊ ഏത് കാലത്ത് തുടങ്ങിയെന്ന് അറിയുന്നത്? എന്നിട്ട് ആദ്യത്തെ ഫോട്ടോസ് ഒക്കെ ധ്യാനായിട്ടുള്ള ഫോട്ടോസ് മാത്രമാണ്. അത് മാത്രം എന്നെ ആയിട്ടും എല്ലാ സമയത്തും ഫോട്ടോ എടുക്കുന്നതല്ല. എന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ല ഇന്ന് പോസ്റ്റ് ചെയ്യും നോക്കണ്ട. ഞാൻ ഒറ്റ പോസ്റ്റിലും ഇല്ല. 564 പിന്നെയും ധ്യാന് നോക്കി. പിന്നെ ഈ മെസ്സിനൊക്കെ എന്താ ഈ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്? എനിക്കറിയാൻ മെസ്സി നോക്കി വേറെ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? പിന്നെ വിജയ് കണ്ടുണ്ടാ? വിജയുടെ പോസ്റ്റ് നോക്കി ഞാൻ ഇല്ല.
ഫോട്ടോ അത് മോശമാണ്. ഇല്ല, നമ്മ മറ്റേ എന്റെ സ്റ്റുഡിയോയിൽ വന്നപ്പോ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ ഇതിലുണ്ടോ? ആ സത്യമായിട്ടും സത്യമായിട്ടും അത് പിന്നെ ഇല്ലാന്ന് പറഞ്ഞ ഇതാ വേണ്ട അത് പിന്നെയുണ്ട് വേണ്ടല്ലേ പിന്നെ ചെയ്യാം. ഇതാരാ ബിഗ് ബോസിലെ ബിഗ് ബോസിനെയും പോസ്റ്റ് ചെയ്തല്ലേ ഇത്രയും ബിഗ് ആയിട്ട് ഒരു കാര്യം ഒരു തന്നെ. ഫോട്ടോ പോലും ഇല്ല ഷൈൻ്റെ. ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാ എഴുതിയില്ല ഉണ്ടാക്കിയത്? അല്ല നമ്മളത് ഞങ്ങളുടെ പടത്തിന്റെ പോസ്റ്റർ പോസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ആ ഞാൻ പോസ്റ്റ് ചെയ്യാം. അതൊന്ന് കാണണമല്ലോ. ആ എനിക്ക് അയച്ചു. ജിസ്വട്ടൻ ഇവിടെ വന്ന കാര്യം മറന്നു. പടത്തിനെ പറ്റിയല്ലേ ഇപ്പൊ പിന്നാലെ മസ്താനിന്റെ പിന്നാലെ നയിക്കും. ഞാൻ പറയാം, ഒന്ന് ഞാൻ മസ്താനിയുടെ മസ്തില് മസ്ത് വിത്ത് മസ്താനിയാണ് അല്ലേ? അതല്ലേ മസ്താനിയുടെ പിന്നാലെ പോയിട്ട് വന്നു. ഈ പിന്നാലെ പോകാൻ പറ്റില്ല. മസ്താനി എന്ന് പറഞ്ഞാൽ മസ്താനിയായിട്ട് തമാശ പറഞ്ഞിരിക്കുക എന്നുള്ള എല്ലായിടത്തും. ഓക്കെ. നമ്മള് ഇടയ്ക്ക് പടത്തിനെ കുറിച്ച് പറയുമ്പോ അത് അവർ നോട്ട് ചെയ്തിടും. പിന്നെ ഫുള്ള് പടത്തിനെ കുറിച്ച് പറയുമ്പോ അത് അവർ ഇടില്ല. ഏത് പടത്തിന്റെ പേരെന്താണ്? പിന്നാലെ ഡയറക്ടർ പേരെന്താണ്? ജിസോ ജോസ്. റൈറ്ററിന്റെ പേരെന്താണ്? ജിസോ ജോസ്. പ്രൊഡ്യൂസർ പേരെന്താണ്? അങ്കമാലി സിനിമ. അങ്കമാലി എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടോ? പ്രൊഡ്യൂസ്ഡ് ബൈ അങ്കമാലി ഫിലിംസ്. അത് പുള്ളി തന്നെയല്ലേ? ജിസോ ജോസ്. ആ ജിസോ ജോസ്. പുള്ളി ആരാന്ന് അറിയാം ശരിക്കും? ആ, വക്കീല് അല്ല. അല്ല പള്ളിയിലച്ഛനല്ലേ? അല്ല ഞാനോ എന്റെ 3 പിള്ളേരുള്ള പള്ളി. അതാ, ഡാഡി അച്ഛനാണ് പള്ളിയിൽ. പിന്നെ ഞാൻ തിരിച്ച് ഞാന് പള്ളിയിലച്ഛനല്ലേ? അല്ലല്ല ഞാൻ പള്ളിയിലച്ഛനല്ല. അപ്പൊ അവിടെ അത് പറഞ്ഞല്ലോ. എന്റെ ദൈവമേ. പള്ളിയിലെ അച്ഛന്മാര് പോയില്ലേ? കുട്ടികളുടെ അച്ഛന്മാരൊക്കെ പള്ളിയിൽ നിന്നല്ലേ പോണത്. 3 കുട്ടികളുടെ പള്ളിയിലച്ഛൻ. ഓക്കേ. അങ്ങനെ നടക്കുന്നു. ഓക്കേ. അപ്പൊ എന്തായാലും സിനിമ വളരെ അപ്പൊ വലിയ. വൈഫ് ആരാ സിസ്റ്ററാന്ന് ചോദിക്കോ? അയ്യോ. വൈഫ് മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് വേറെ സഭയിലാണ് അല്ലേ? വേറെ സഭയിൽ അത് വേറെ അതെ. കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. കത്തോലിക്ക സഭയിലല്ലാത്ത അച്ഛന്മാർക്ക് കല്യാണം അതിന് സിസ്റ്റേഴ്സ് ഇല്ലല്ലോ. ഉണ്ടാവും തോന്നുന്നു. ശരി. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനി അടുത്ത കുട്ടി ഉണ്ടാവാൻ ആശംസ പറഞ്ഞു. അടുത്ത കുട്ടി ഉണ്ടാവാൻ ആശംസകൾ. പിന്നെ ജിസോ ചേട്ടൻ അല്ലാതെ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ലൊക്കേഷനിൽ ഓടി നടക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ള ജിസോ എന്റെ മോനാ. ജോവാക്കിം അവന്റെ പേര്. അവനെല്ലാ കണ്ടിന്യൂറ്റിയും അറിയാം, എല്ലാ പരിപാടിയും ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് പരിപാടികളൊക്കെ അപ്ഡേറ്റഡാ. അങ്ങനെ ഓടി നടക്കുന്ന ഒരാള് അല്ലേ? എന്നെ പോലെ തന്നെ ഇങ്ങനെ ഓടി നടക്കുക. പക്ഷെ അവരെല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് പറയും. ഒരു സമയം ആർട്ടിന്റെ എന്തോ ഒരു സാധനം അവിടെ മാറി കിടക്കുകയോ ഇല്ലാതിരിക്കോ എന്തോ ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് വന്നവരാണ് ഉറക്കനെ പറയണ പുള്ളി അവിടെ ആ സാധനം ഇല്ലാന്ന്. അപ്പൊ ജിസോയുടെ മനസ്സിലാവില്ല. ജിസോയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഗ്രാജുവലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാൾക്ക് ഇതൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അയാൾ ഐഡിയ വെച്ചിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി പ്രൊജക്ട് ചെയ്യുകയാണ്. അതിനാണ് വേറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെക്കുന്നത്, പരിചയമുള്ളവരെ. അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ടിന്യൂറ്റി നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി. കണ്ടിന്യൂറ്റി നോക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇവനെങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നത്? അവന് ഗ്രാസ്പിംഗ് പവർ ഉണ്ട്. അവൻ നന്നായി അത്യാവശ്യം പഠിക്കും. സ്കൂൾ വിട്ട് വന്നിട്ട് അവൻ വരാറുണ്ട്. പക്ഷെ വൈഫ് സമ്മതിക്കാറില്ല അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് വരാനേ. കാരണം പിന്നെ കുട്ടികളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നല്ലോ ലൊക്കേഷനിൽ വേല ചെയ്യിപ്പിച്ച. പക്ഷെ മകന് വർക്ക് ചെയ്യാലോ, അച്ഛനെ സഹായിക്കാലോ, മക്കളെ സഹായിക്കാലോ, അച്ഛനമ്മയെ കുടുംബത്തെ സഹായിക്കാലോ, മക്കൾക്ക് അച്ഛനമ്മേനെ സഹായിക്കാലോ. അതെല്ലാവരും ഓർത്തണം. ചില അച്ഛന്മാര് മക്കളെ സഹായിക്കുമ്പോ പ്രശ്നമായിട്ട് വരാറുണ്ട് ഇവിടെ. ആരാ ചിന്തിച്ചാൽ മതി. ബോധം മെമ്മറീസ് ഒക്കെ വേണം അതിന്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അച്ഛനും ആരായിരുന്നു? മകളെ സഹായിക്കുമ്പോ പ്രശ്നം ഉണ്ടാവുന്ന എന്താണ് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നുള്ളൂ. വേണ്ട ആലോചിക്കേണ്ട അതൊന്നും കണ്ട് കേട്ടിട്ടേ ഉണ്ടാവില്ല. സോറി. തന്റെ കാര്യം തന്നെയാ പറയുന്നത്, മനസ്സിലായില്ലേ? അത് വേറൊരു എപ്പിസോഡ് എടുക്കാം. ഒരു ഇടുക്കട എന്നാലും എന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞു എല്ലാം ഒപ്പം തന്നെ പറഞ്ഞു എന്നെ ഓർമ്മിക്കാൻ വേണ്ടി. എങ്ങനെയുണ്ട് നിന്റെ ട്രിക്ക്? ധ്യാനില്ലാത്ത ഇന്റർവ്യൂവിലും ധ്യാൻ എന്ന് പറഞ്ഞ് ഹിറ്റാവോ? ധ്യാൻ ഓൾറെഡി ധ്യാൻ കാരണം നമ്മൾ ഹിറ്റായി. മസ്താനിക്ക് എന്റെ പേരെന്താണെന്നറിയോ? വളരെ മോശമായി അങ്ങനെ പറഞ്ഞത്. ധ്യാൻ എന്ന് പറയാം. ഈ പടത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാണ്ടോ ബാക്കി? എന്നാ റിലീസ് അറിയോ? കൺഫേം ചെയ്തിട്ടില്ല. ഇന്ന് എന്താ പ്രത്യേകത എന്ന് അറിയോ? ഏറ്റവും ആദ്യം റിലീസ് ചെയ്യാൻ പോകണം എന്താണെന്ന് അറിയോ?
ഇതിപ്പോ തന്നെ വിടും. ആ ഇന്ന് ഇത് first look. ടൈറ്റിൽ ലോഞ്ച് ടൈറ്റിൽ ലോഞ്ച് അല്ലേ? ഫസ്റ്റ് ലുക്ക്. ഫസ്റ്റ് പിന്നാലെ പടത്തിന്റെ ഇന്റർവ്യൂ മൊത്തം എടുത്തിട്ട് പറയുന്നത് ടൈറ്റിൽ ലോഞ്ച് ആണ്. മസ്ത് വിത്ത് മസ്താനി എന്ന് പറഞ്ഞാൽ എന്താ ശരിയോ? ഇപ്പഴേ ശരിയായി. ഫസ്റ്റ് ലുക്ക്. ഇവരെന്താ തന്നെ മാറ്റാത്തതെന്ന് അറിയോ? ബാക്കി എല്ലാ ചാനലിലും ആളുകൾ മാറുന്നുണ്ടെങ്കിലും ഈ ചാനലിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. ഇല്ല 4 വർഷം വേറെ എവിടെയും മസ്ത് കിട്ടില്ല ഇത്രേ. തനിക്ക് അധികം കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും ഞങ്ങൾ എന്ത് കാര്യം പറയാൻ റെഡി ആയത് കൊണ്ടാണ് ഈ മസ്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ ധ്യാനിലെ എന്റെ ഇന്റർവ്യൂല് അതെല്ലാം അറിയാവുന്നത് കൊണ്ടും എനിക്കൊന്നും അറിയാത്തത് കൊണ്ടും തനിക്ക് അതേപോലെ ഒന്നും അറിയാത്തത് കൊണ്ടും. തനിക്ക് ധ്യാനെ മാത്രമല്ല അറിയുള്ളൂ. ധ്യാന്റെ ചേട്ടനാരെന്ന് അറിയോ? വിനീതേട്ടനെ ആയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? എത്ര? ഒരു വട്ടം കണ്ടോ? പക്ഷെ വിനീതേട്ടൻ എപ്പോഴും പടമില്ല, ഞാൻ ചേട്ടൻ എപ്പോഴും പടമുണ്ട്. വിനീത് പറഞ്ഞു കേട്ടാ, വിനീത് ഒരു ഡയറക്ടർ അല്ലേ? ഡയറക്ടർ എപ്പോഴും പടം ചെയ്യൂ, ആക്ടും ചെയ്യാറുണ്ടല്ലോ. അപ്പൊ താൻ ധ്യാന്റെ കൂട്ടം സെറ്റാണോ എപ്പോഴും? ഞാൻ എന്തായാലും പറയും. ധ്യാൻ പറയണ പോലെ അല്ല, മസ്താനിയാണ് പറയണേ. അല്ല ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. ഇത് അവിടെ അടുത്ത ആള് വന്നിട്ട് നിൽക്കുന്നുണ്ട്. അതാ അത് ചിക്കു അല്ലേ? ചിക്കുവിനെ അറിയൂ. താങ്ക് യു ചിക്കു. വെൽക്കം. വെൽക്കം. ഓക്കെ, താങ്ക് യു. ചിക്കു വരാൻ നേരെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.